നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. വോട്ടെണ്ണലിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി ജില്ലാ കളക്ടർ VR വിനോദ് മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാല് ടേബിളുകളിലായിട്ടാണ് EVM കൗണ്ടിംഗ് നടക്കുന്നത്. അതിനു പുറമെ 4 ടേബിളുകളിലായി പോസ്റ്റൽ ബാലറ്റ് കൗണ്ട് ചെയ്യും. മറ്റൊരു ടേബിളിൽ ETPBS സ്കാൻ ചെയ്ത് അതിൽ ശരിയായിട്ടുള്ള ETPBS കൗണ്ടിംഗ് ടേബിളിലേക്ക്, പോസ്റ്റൽ ബാലറ്റ് കൗണ്ടിംഗ് ടേബിളിലേക്ക് കൈമാറും. ഇതുകൊണ്ട് തന്നെ കൗണ്ടിംഗ് 19 റൗണ്ടുകളായിട്ടായിരിക്കും കൗണ്ടിംഗ് പൂർത്തിയാക്കുന്നത്. 8 മണിയോടുകൂടി തന്നെ കൗണ്ടിങ്ങിനുള്ള കൺട്രോൾ യൂണിറ്റുകൾ കൗണ്ടിംഗ് ടേബിളുകളിൽ വിതരണം ചെയ്യും. പക്ഷെ ആദ്യം കൗണ്ട് ചെയ്ത് തുടങ്ങുന്നത് പോസ്റ്റൽ ബാലറ്റ് ആയിരിക്കും. പോസ്റ്റൽ ബാലറ്റ് കൗണ്ടിംഗ് ആരംഭിച്ച് 10 മിനിറ്റിന് ശേഷം EVM കൗണ്ടിംഗ് ആരംഭിക്കും. ഒരു റൗണ്ട് കൗണ്ട് ചെയ്യുന്നതിന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 20 മിനിറ്റിനുള്ളിൽ കൗണ്ട് ചെയ്ത് തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതനുസരിച്ച് ഉള്ള സമയമായിരിക്കും കൗണ്ടിംഗ് പൂർത്തിയാകാൻ വേണ്ടി എടുക്കുന്നത്. ആയാസരഹിതമായി കൗണ്ടിംഗ് പൂർത്തിയാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. 19 റൗണ്ടുകളായി വോട്ട് എണ്ണുമെന്നും വോട്ടെണ്ണൽ തുടങ്ങി 6 മണിക്കൂറിനകം അന്തിമഫലം ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വോട്ടെണ്ണൽ സ്ഥലത്ത് 900 പോലീസുകാരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. നിലമ്പൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ദൂരദർശൻ പ്രതിനിധി അനന്തു ചേരുന്നു. വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ തയ്യാറെടുപ്പുകളും സജ്ജമാക്കിയിട്ടുണ്ട്. നാളെ 7:30 തന്നെ സ്ട്രോങ് റൂമുകൾ തുറക്കും. 8 മണിക്ക് ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണുക. അതിനുശേഷം 8:10 കൂടി EVMകൾ എണ്ണി തുടങ്ങുമെന്നാണ് കളക്ടർ അല്പസമയം മുൻപ് അറിയിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അദ്ദേഹം പറഞ്ഞത് 1403 പോസ്റ്റൽ വോട്ടുകളാണ് ഇതുവരെ ലഭിച്ചത്. അത് 8 മണിക്ക് തന്നെ എണ്ണി തുടങ്ങും. അതിനുശേഷം 8:10 കൂടി EVMകൾ എണ്ണി തുടങ്ങും. 14 ടേബിളുകളിലായാണ് EVMകൾ എണ്ണുന്നത്. അങ്ങനെ 19 റൗണ്ടുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. 19 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ നിലമ്പൂരിന്റെ ജനവിധി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 4 ടേബിളുകൾ പോസ്റ്റൽ ബാലറ്റിന് വേണ്ടിയും അങ്ങനെ 19 റൗണ്ടുകളിലായിട്ടാണ് എണ്ണുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു റൗണ്ട് പരമാവധി 20 മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കുന്ന തരത്തിലാണ് ഈ സജ്ജീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു വോട്ടെണ്ണൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 6 മണിക്കൂറിനുള്ളിൽ 6.5 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് കളക്ടർ ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ പോളിംഗ് സമയത്ത് EVMകളൊന്നും തന്നെ തകരാറിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ 263 EVMകളുണ്ട്. എന്നാൽ 3 VVPATകൾ തകരാറിലായിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ എണ്ണം വർദ്ധിപ്പിക്കും. ഈ എണ്ണലിന് ശേഷം ഓരോ റൗണ്ട് എണ്ണുമ്പോഴും 2 മെഷീനുകൾ ഒബ്സർവറുടെ നേതൃത്വത്തിൽ പുനഃപരിശോധിക്കും എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം മുഴുവൻ പോളിംഗും പൂർത്തിയായതിനു ശേഷം ഈ എണ്ണിയത് കൃത്യമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി റാൻഡമായി 263 എണ്ണത്തിൽ നിന്നും നറുക്കിട്ടെടുക്കുന്ന 5 VVPAT സ്ലിപ്പുകൾ എണ്ണി ഇത് ഉറപ്പാക്കുന്ന ഒരു നടപടി കൂടി സ്വീകരിക്കുമെന്ന് കളക്ടർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സുരക്ഷയടക്കം ശക്തമാക്കിയിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി അടക്കം 900 പോലീസുകാരാണ് ഈ കൗണ്ടിംഗ് ദിവസം സുരക്ഷയ്ക്കായി ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ നാളെ എന്തായാലും വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാണ്. വോട്ടെണ്ണലിന് ശേഷമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ശക്തമാക്കിയിരിക്കുകയാണെന്ന് ജില്ലാ പോലീസ് മേധാവിയും വ്യക്തമാക്കിയിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. വിവരങ്ങൾ നൽകിയത് ദൂരദർശൻ പ്രതിനിധി അനന്തു.